ചിഹ്നം കപ്പലാണെങ്കിലും കപ്പൽ ഓടിക്കണമെങ്കിൽ കൈ വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൈ തന്നെയാണ് ഈ കപ്പൽ ചുക്കാൻ പിടിക്കുന്നത്, കൈയാണ്. അതുകൊണ്ട് കൈപ്പത്തി തന്നെയാണ് കപ്പലും. നെടുന്തൂണുകളിലൊന്നുമായ ശ്രീ രമേശ് ചെന്നിത്തല, ഇവിടെ സന്നിധരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകര്, നല്ലവരായ നാട്ടുകാരെ, വോട്ടർമാരെ, പ്രസംഗത്തിന് ഞാൻ തുനിയുന്നില്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരും എനിക്ക് എന്റെ ചിഹ്നമായ കപ്പൽ അടയാളത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളിൽ ഒരാളായ, നിങ്ങളെപ്പോലൊരു വളണ്ടിയറായ എന്നെ ജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ മണ്ഡലത്തിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ പൗരാണികമായ ഈ മഹാനഗരത്തിന്റെ പ്രതിനിധിയായി, നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ എളിയദാസനായി, നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളായി എന്നും ഞാൻ ഉണ്ടായിരിക്കും എന്ന വാക്ക് നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയങ്കരായ 4-5 പതിറ്റാണ്ട് കാലം കേരളത്തിലെ രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകാൻ വേണ്ടി എഴുത്തും വായനയും പഠനവും ഒക്കെയായി കേരളമെമ്പാട് സഞ്ചരിക്കുന്ന എന്റെ ഏറ്റവും പ്രിയങ്കരായ സുഹൃത്ത്, CMPയുടെ സംസ്ഥാന സെക്രട്ടറി, എല്ലാവരും വിട്ടുപോയപ്പോഴും MP രാഘവനോടൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് ആശയങ്ങൾക്ക് വേണ്ടി പോരാടിയ പ്രിയപ്പെട്ട CP ജോൺ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരം നഗരത്തിന് പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന സമർത്ഥനായ, പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിർത്തി മത്സരിപ്പിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഈ കപ്പൽ തീരമണയും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കാറിലും കോളിലും ഒക്കെ പെട്ടാലും ഈ കപ്പൽ തന്നെ ആയിരിക്കും തീരമണയാൻ പോകുന്നത്. അതിന്റെ കപ്പിത്താനായ ജോണായിരിക്കും തിരുവനന്തപുരത്തിന്റെ MLA എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അപ്പൊ പത്രക്കാർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അദ്ദേഹം ചുണ്ടിനും കപ്പിനും ഇടയിലാണ് 2 തവണ കുന്നംകുളത്ത് നിന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയാതെ പോയത്. ഞങ്ങൾക്കൊക്കെ വലിയ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് താൻ എടുത്ത നിലപാട് ശരിയാണെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ട് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി സെക്രട്ടറി എന്ന നിലയിൽ ഈ പ്രസ്ഥാനത്തെയും UDFയെയും നയിക്കാൻ അദ്ദേഹം എടുത്തിട്ടുള്ള ധീരമായ പോരാട്ടങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. പ്ലാനിംഗ് ബോർഡിന്റെ മെമ്പർ എന്ന നിലയിൽ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ വ്യക്തമായ ആലോചനകളും എപ്പോഴും മുന്നോട്ട് വെച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം നിയമസഭയിൽ വരേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും ഇതുപോലെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ CP ജോണിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ എതിരാളിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളുടെ ലക്ഷ്യമാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കുക. ചിഹ്നം കപ്പലാണെങ്കിലും കപ്പൽ ഓടിക്കണമെങ്കിൽ കൈ വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൈ തന്നെയാണ് ഈ കപ്പൽ ചുക്കാൻ പിടിക്കുന്നത്, കൈയാണ്. അതുകൊണ്ട് കൈപ്പത്തി തന്നെയാണ് കപ്പലും എന്ന് കരുതി മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഒരു മനസ്സോടെ ഈ കപ്പിത്താനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വരണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. മേട്ടുകളുടെ പിണ്ടിപ്പാലം വഴി
ശാല ഗാന്ധി പാർട്ടിയിലേക്കാണ് എല്ലാ പ്രവർത്തകരും മണ്ണിലെത്തണമെന്ന് വിദ്യാഭ്യാസം നടത്തിയിരിക്കുന്നത്. ആ സ്ത്രീകളുള്ളവർക്കുമല്ല. ആശയങ്ങളെ കൊണ്ട് അടയാളപ്പെടുത്തിയ തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിനായി കരുത്തുറ്റ സാരഥി ഇതാ ഈ വഴിപ്പാറയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ ആശീർവദിക്കുക, അനുമോദിക്കുക, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. 10 വർഷക്കാലം കേരള ജനതയെ പിന്നോട്ടടിച്ച വികസനത്തിന്റെ ഒരടിപ്പിന് അന്ത്യം കുറിക്കാൻ ഈ തെരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ സി.പി. ജോണിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കപ്പൽ രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ, സാമൂഹ്യത്തിന്റെ ഭാഷയിൽ അർപ്പിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിന്റെ ജനനായകൻ നാട്ടിൽ സമാധാനവും ശാന്തിയും കാത്തുസൂക്ഷിക്കുവാനും മതേതരത്വം സംരക്ഷിക്കുവാനും ജനാധിപത്യം സംരക്ഷിക്കുവാനും ഐക്യജനാധിപത്യ മുന്നണിയുടെ കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന റോഡ് ഷോ ഏതാനും നിമിഷങ്ങൾക്കകം വിവാഹത്തിന് തൊട്ടു പിന്നാലെ കടന്നുറങ്ങുന്നു. ഈ നാട്ടിലെ എല്ലാ